മുതലപ്പുഴി ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. സാർ ഇന്നലെ വൈകുന്നേരത്തെ ട്രെയിൽ അടിക്കാന്ന് ഞങ്ങൾക്ക് വാക്ക് എന്നതാണ്. അനുകുമാർ സാർ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു വൈകുന്നേരത്തെ ട്രെയിൽ അടിക്കും സാർ. അഴിമുഖ ചാനലിലെ മണൽ നീക്കം ചെയ്ത് ആഴം കൂട്ടുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നീണ്ടുപോയതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉപരോധ സമരം നടത്തിയത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അരുൺ മാത്യുവിനെ മത്സ്യത്തൊഴിലാളികൾ ഓഫീസിൽ ഉപരോധിക്കുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേദനയുണ്ട്. എന്റെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകർ ഞങ്ങൾ വിശ്വസിക്കുന്ന ഗവൺമെന്റിന് പ്രസ്ഥാനത്തിനെതിരായി സംസാരിക്കുമ്പോൾ വളരെ നിശബ്ദമായി കേട്ടോണ്ടിരിക്കാൻ ഞങ്ങൾ അവരോട് കൂടുക. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഈ പ്രശ്നം. സമരത്തെ തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മണൽ നീക്കാൻ കരാർ നൽകിയ കമ്പനിയും മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തി. ഡ്രഡ്ജർ അസംബ്ലി ഇന്നുകൊണ്ട് പൂർത്തിയാക്കി രാത്രിയോടെ ട്രയൽ റൺ നടത്തും. തുടർന്ന് നാളെ പൂർണ്ണതോതിൽ മണൽ നീക്കി തുടങ്ങുമെന്ന ഉറപ്പിന്മേലാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. അതായത് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സമരപരിപാടികൾ നടത്തിയിരുന്നു. അന്ന് നമ്മുടെ ഫിഷറീസിന്റെ സെക്രട്ടറി വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് ചൊവ്വാഴ്ച എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ പണി സ്റ്റാർട്ട് ചെയ്യുമെന്നും വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. പക്ഷേ ഈ ചൊവ്വാഴ്ച കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയായി, ഇതുവരെയും ഈ സാധനം വന്ന് അവിടെ അസംബ്ലി ഇട്ടിട്ടുണ്ടെന്നല്ലാതെ യാതൊരു പുരോഗമനവും നടന്നിട്ടില്ല. അതായത് ഡ്രഡ്ജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രഷറുണ്ട്. കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാര്യം ഇത്രയും മത്സ്യബന്ധന ഉപകരണങ്ങൾ പണിക്ക് പോകാതെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇന്ന് പട്ടിണിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വള്ളങ്ങൾ കയറാതെ, പണിക്ക് പോയ വള്ളങ്ങൾ തിരിച്ച് അകത്ത് കയറാൻ പറ്റാതെ ഏതാണ്ട് ഒരു 15-20ഓളം വരുന്ന വള്ളങ്ങൾ ആങ്കറിൽ കിടക്കുകയാണ്. പെട്ടെന്ന് കടൽ പ്രക്ഷുബ്ധമാവുകയോ അതല്ല മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ വള്ളങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റാത്ത സാഹചര്യവും പെട്ടെന്നുണ്ടാകുന്ന കടലിൽ വള്ളങ്ങൾ താന്നു പോകുവാനോ അതേപോലെ തന്നെ മരണം സംഭവിക്കാനും ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നിപ്പോൾ AXC വന്ന് കാണുകയും AXC വന്ന് കണ്ടപ്പോൾ AXC പറയുന്നത് തീർച്ചയായിട്ടും ഈ വരുന്ന ആഴ്ച, അതായത് നാളെയോ മറ്റന്നാളോ മുതൽ ഇത് കൃത്യമായിട്ട് ഡ്രഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വേറൊരു കാര്യമുണ്ട്. അതാണ് നമുക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. കാര്യം ഇതിൻ്റെ ബന്ധപ്പെട്ട കോൺട്രാക്ടർമാർ പറയുന്നത് ഈ വീണ് കിടക്കുന്ന മണൽ മാത്രമേ മാറ്റത്തുള്ളൂ. മൗത്തിനകത്തുള്ള മണൽ കൃത്യമായിട്ട് 6 മീറ്റർ ഡെപ്ത് നിലനിർത്തിക്കൊണ്ട് ഈ ഹാർബർ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. കാര്യം 6 മീറ്റർ ആഴമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വള്ളങ്ങൾ കടന്നു പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ തന്നെ ഈ മണൽ വീണ് കഴിഞ്ഞതിന് ശേഷം മഫ്ലർ, അതേ വള്ളത്തിൻ്റെ മഫ്ലർ ഈ പ്രൊപ്പറിലൊക്കെ ഇടിച്ചിട്ട് 1.5 മുതൽ 2 ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ആവർത്തിക്കില്ല. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. നാളെ മുതൽ ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ ഇവിടുത്തെ രണ്ട് ടോൾ കേന്ദ്രങ്ങളും അടച്ചിട്ടുകൊണ്ടും 2 ലാൻഡ് സെൻ്ററുകൾ അടച്ചിട്ടുകൊണ്ടും അതേപോലെ തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ പൂർണ്ണമായിട്ട് മത്സ്യബന്ധനത്തിൽ നിന്ന് പോകാതെ ഈ വലിയ സമര പരിപാടിയുമായിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ മുന്നോട്ട് പോകുന്നത്. മുതലപ്പുഴി അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അഴിമുഖത്ത് മണൽ നീക്കി ആഴം കൂട്ടുന്ന പ്രവൃത്തികൾ ചൊവ്വാഴ്ചയോടെ തുടക്കമാകുമെന്ന് ഫിഷറീസ് സെക്രട്ടറി നൽകിയ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ വീണ്ടും പ്രതിഷേധവുമായി എത്തിയത്. 3 ട്രക്കുകളിലായി തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ മുതലപ്പുഴയിൽ എത്തിച്ചുവെങ്കിലും യന്ത്രഭാഗങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന പ്രവൃത്തികൾ നീളുകയായിരുന്നു. അതേസമയം മുതലപ്പുഴയിൽ ഡ്രഡ്ജറിന്റെ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ സംശയവും ഉന്നയിച്ചു. മണൽ നീക്കുന്ന പ്രവൃത്തികൾ 2 ദിവസം നിരീക്ഷിച്ച ശേഷം നിലവിലെ ഡ്രഡ്ജർ കാര്യപ്രാപ്തമല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. പ്രധാനമായിട്ടും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക, നിലവിൽ കൊണ്ടിട്ടിരിക്കുന്ന ഡ്രഡ്ജർ സാധാരണ തോടുകളും ഓടകളും കുഴിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ടിട്ട് ഇവിടെ ഡ്രഡ്ജിങ് നടത്തിയാൽ എത്രത്തോളം മണൽ നീക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പറയാനൊക്കില്ല. 1 ലക്ഷം ടണ്ണിന് മേലിൽ മണലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുമ്പോൾ അതിൻ്റെ 3 ഇരട്ടി വരും എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. അത്രയും ഭീമമായ മണൽ നീക്കുന്നതിന് വേണ്ടി ഇത്രയും തോടും ഓടകളും ഡ്രഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഡ്രഡ്ജർ വെച്ചുള്ള ഇവിടുത്തെ മണൽ ഡ്രഡ്ജിങ് എത്രത്തോളം ഗുണകരമാണെന്നുള്ളതിലുള്ള വളരെ ആശങ്കയാണ്. അതിൻ്റെ ആ ഒരൊറ്റ കാരണം കൊണ്ടിട്ടാണ് ഇന്ന് വീണ്ടും AXCയുടെ ഓഫീസ് ഉപരോധിക്കേണ്ടി വന്നത്. ആ ഉപരോധത്തിൽ നിന്നും വേറെ ഡ്രഡ്ജർ ഉപയോഗിച്ച് നടത്താമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, നിലവിൽ വന്ന ഡ്രഡ്ജർ ഈ വരുന്ന നാളെ തുടങ്ങിയില്ലാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ AXCയുടെ ഓഫീസും AEയുടെ ഓഫീസും 2 ഓഫീസും കൂട്ടി സമരക്കാർ പ്രതിഷേധിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിക്കാനുള്ളത്.
കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കണമെന്ന ആവശ്യവും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. മുതലപ്പൊഴി അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ സുലൈമാൻ, കൺവീനർ ബിനു പീറ്റർ, സമരസമിതി നേതാക്കളായ സജീവ് പുതുക്കുറിച്ചി, നാസ്ഖാൻ, MS ഇക്ബാൽ, ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയെ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.